കെനിയയിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റവരെ വിദഗ്ധ ചികിത്സയ്ക്കായി തലസ്ഥാനമായ നെയ്റോബിയിലേക്ക് എത്തിച്ചു. പരിക്കേറ്റ 3 പേരെ വ്യോമമാർഗമാണ് എത്തിച്ചത്. മരണപ്പെട്ട 5 മലയാളികളുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. മൃതദേഹം നാട്ടിലെത്തിക്കുന്നത് സംബന്ധിച്ച വ്യക്തത കൈവന്നിട്ടില്ല. മരിച്ച 6 പേരിൽ 5 മലയാളികളാണ്. വിവരങ്ങളുമായി ആൻ മരിയ സണ്ണിയാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. മൃതദേഹങ്ങൾ എപ്പോഴാണ് എത്തിക്കുന്നതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ആയിട്ടില്ല. ഇനി ആശുപത്രിയിലുള്ളവരുടെ അവസ്ഥ എങ്ങനെയാണ്? കൂടുതൽ വിവരങ്ങൾ പറയും. ക്രിസ്റ്റീന, നിലവിൽ ഈ ആശുപത്രിയിൽ കഴിയുന്നവർ ദി നെയ്റോബി ഹോസ്പിറ്റലിൽ കഴിയുന്നവരുടെ അപകടനില അവർ തരണം ചെയ്തിട്ടുണ്ട്. അതാണ് നമുക്ക് അവസാനമായിട്ട് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത്. 3 പേരെ ഇന്നലെ എയർമാർഗം തന്നെ എയർലിഫ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. 3 പേരെ റോഡ് മാർഗവുമാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ എയർലിഫ്റ്റ് ചെയ്തത് 2 മലയാളികളാണ്. ഒരു മഹാരാഷ്ട്ര സ്വദേശിയും റോഡ് മാർഗം എത്തിച്ചതിൽ 2 മംഗലാപുരം സ്വദേശികൾ, ഒരു തൃശ്ശി സ്വദേശി എന്നിവരെയാണ് ഇന്നലെ ദി നെയ്റോബി ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത്. ബാക്കിയുള്ളവരെ ഇന്ന് രാവിലെയോടുകൂടി തന്നെ റോഡ് മാർഗം തന്നെ ഈ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുമെന്നാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കാൻ കഴിയുന്ന വിവരം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ അപകടത്തിൽ മരിച്ച 5 പേരും മലയാളികളാണ് എന്നുള്ളതാണ് ദാരുണമായിട്ടുള്ള സംഭവം. അതിൽ തൃശൂർ വെങ്കിടങ്ങ് സ്വദേശിനിയായിട്ടുള്ള ജസ്ന കുട്ടിക്കാട്ടുചാലില് 1.5 മാസം പ്രായമായിട്ടുള്ള മകൾ റൂഫി മെഹറിൻ, ഖത്തറിൽ താമസക്കാരായിട്ടുള്ള ഗീത ഷോജി ഐസക്, പാലക്കാട് കൊങ്ങാട് സ്വദേശി റിയ ആൻ, മകൾ 8 വയസ്സുള്ള ടൈറ എന്നിവരാണ് മരിച്ചത്. ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നലെ രാത്രി തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇനി അറിയേണ്ടത് ഇവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതുമായിട്ടുള്ള നടപടിക്രമങ്ങളാണ്. ഇതിൽ ഗീത ഷോജി ഐസക് അവർ 30 വർഷത്തോളമായിട്ട് ഖത്തറിൽ സ്ഥിരതാമസമായിട്ടുള്ള ആളുകളാണ്. അവരുടെ മക്കൾ കൊച്ചിയിലും അത് മാത്രമല്ല ഇവരുടെ തറവാട് വീട് തിരുവനന്തപുരത്തുമാണ്. അപ്പോൾ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ അത് ആലോചിച്ചതിന് ശേഷമായിരിക്കും പറയാനായിട്ട് സാധിക്കുക എന്നതാണ് അവരുടെ കുടുംബവുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ലഭിക്കുന്ന വിവരം. കാരണം ഇവർ നിരവധി വർഷത്തോളമായിട്ട് ഖത്തറിൽ തന്നെ താമസക്കാരായിട്ടുള്ളത് കൊണ്ട് തന്നെ ഗീതയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഖത്തറിലേക്കായിരിക്കും എത്തിക്കുക. ബാക്കിയുള്ള 4 പേരുടെ മൃതദേഹം അത് നാട്ടിലെത്തിക്കുന്നതുമായുള്ള നടപടിക്രമങ്ങൾ അത് വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കുമെന്നുള്ള കാര്യം കുടുംബാംഗങ്ങളും അതോടൊപ്പം തന്നെ ഭരണകൂടവും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ്. അവർ വിനോദയാത്രയ്ക്കായി പോയ ബസ് അത് കനത്ത മഴയിലാണ് അപകടത്തിൽപ്പെടുന്നതും അതിൽ മരിച്ച 5 പേര് മലയാളികളും. ക്രിസ്റ്റീന, ആൻ മരിയ സണ്ണിയാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.